ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം, അതിന് വേണ്ടിയുള്ളൊരു ഈസി മെത്തേഡാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ സ്റ്റൈലും ഫാഷനും ഒക്കെ നോക്കുന്ന ആൾക്കാരാണ്, അതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ മുഖത്തിൻ്റെ ഷേപ്പ് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഹെയർ കട്ട്സ് ചെയ്യാം, നല്ല ഹെയർ സ്റ്റൈൽസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റേ ആക്സസറീസ്, ഇപ്പോൾ കമ്മലായിക്കോട്ടെ, സൺഗ്ലാസസ് ആയിക്കോട്ടെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുഖത്തിന് ചേരുന്ന രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നല്ല സ്റ്റൈലിഷും കുറച്ചുകൂടെ അട്രാക്റ്റീവും ആകാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പം മുഖത്തിൻ്റെ ഷേപ്പ് അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മുടെ ഫേസ് ഷേപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മുഖത്തിൻ്റെ ഷേപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടുന്നത് നമ്മുടെ ഫേസിലെ കുറച്ച് അളവുകൾ നമുക്ക് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അളവുകൾ മെഷർ ചെയ്തെടുക്കണം. 4 അളവുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഇതുപോലെയുള്ളൊരു മെഷറിംഗ് ടേപ്പ് എടുക്കുക. എല്ലാവരുടെയും കയ്യിലുണ്ടാവുമല്ലോ. നമ്മുടെ ഫേസിൻ്റെ അളവുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണിത്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് ഇങ്ങനത്തെ മെഷറിംഗ് ടേപ്പ് എടുക്കുകയാണെങ്കിൽ. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മെഷറിംഗ് ടൂൾ എടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഫേസിലുള്ള 4 അളവുകൾ മെഷർ ചെയ്ത് ഒരു ബുക്കിൽ എഴുതി വെക്കണം. അപ്പോൾ ഒരു ബുക്കും ഒരു പേനയും കൂടെ എടുത്തോളൂ. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് 4 അളവുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഒന്നാമത്തെ അളവെന്ന് പറയുന്നത്, ഈ ഇടയ്ക്ക് ഈ ഫോക്കസ് പോകണം കേട്ടോ, അതാണ് ഞാൻ ഈ താഴേക്ക് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ 4 അളവുകളാണുള്ളത്. ഒന്നാമത്തെ അളവെന്ന് പറയുന്നത് നമ്മുടെ ഫോർഹെഡിൻ്റെ ലെങ്ത് ആണ്. ഈ 2 പോർഷൻ ഉണ്ട്, അതായത് ഇങ്ങനെ കുറച്ച് ഉന്തി നിൽക്കുന്ന ഈ ഒരു ബോൺ ഉണ്ടല്ലോ, ഈ ഒരു ബോണും ഈ ഒരു ബോണും, ഈ 2 ബോണുകൾ തമ്മിലുള്ള അകലം, അതാണ് നമുക്ക് ഫസ്റ്റ് എടുക്കേണ്ടത്, നമ്മുടെ ഫോർഹെഡിൻ്റെ ഈ ഒരു ലെങ്ത്. അപ്പോൾ അതൊരു മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെ എടുക്കുക, കണ്ടോ? ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എത്രയാണോ ആ ഒരു അകലം കിട്ടിയത് അത് നിങ്ങൾ പേപ്പറിലേക്ക് എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്കൊരു ഹൊറിസോണ്ടൽ ലെങ്ത് ആണല്ലോ കിട്ടിയത്. അപ്പോൾ നിങ്ങളൊരു ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. ഈ ലെങ്ത് എടുത്തിട്ട് എഴുതി കണ്ടിട്ട് താഴെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ അളവെന്ന് പറയുന്നത് നമ്മുടെ ചീക്സ് ഉണ്ടല്ലോ, ഈ ചീക്ക് ബോൺ, അതായത് നിങ്ങൾക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്കിങ്ങനെ കുറച്ചിങ്ങനെ പ്രൊജക്റ്റ് നിൽക്കുന്ന ഈ ഒരു എൻഡ്, അതായത് നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വരും ഈ ഒരു ബോണിൻ്റെ ഉന്തി നിൽക്കുന്ന ഈ ഒരു പോർഷൻ, കണ്ടോ? ഈ ഒരു പോർഷൻ തൊട്ട് ഈ ഒരു പോർഷൻ വരെയുള്ള ലെങ്ത്, ചീക്ക് ബോൺസ് തമ്മിലുള്ള ലെങ്ത്. അപ്പോൾ അത് മെഷറിംഗ് ടേപ്പ് എടുത്തിട്ട് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത്, മൂക്ക് അവിടെ ഇരുന്നെന്ന് പറഞ്ഞൊന്നും കുഴപ്പമില്ല കേട്ടോ, അതവിടെ ഇരുന്നോട്ടെ. ഇങ്ങനെ എടുക്കുക. ഓക്കെ, എന്നിട്ട് ആ ലെങ്ത് എടുത്തിട്ട് നിങ്ങൾ നേരത്തെ എഴുതി വെച്ചില്ല അതിൻ്റെ തൊട്ട് താഴെ, അതായത് നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെയല്ല എഴുതുന്നത് അളവെടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ പേപ്പറിൽ നിങ്ങൾ തൊട്ട് താഴെയായിട്ട് അളവെടുത്തിട്ട്, ഇപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലാവാം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ഒരു ഹൊറിസോണ്ടൽ ലൈനും കൂടെ വരയ്ക്കുക. ഇപ്പോൾ മേളിൽ വരച്ച ലെങ്തിനേക്കാളും കൂടുതലാണെങ്കിൽ കുറച്ചൊന്ന് നീട്ടി ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് 2 അളവ് കിട്ടി, ഫോർഹെഡിൻ്റെ ലെങ്ത് അതുപോലെ തന്നെ നമ്മുടെ ചീക്ക് ബോൺസ് തമ്മിലുള്ള ലെങ്ത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് നമ്മുടെ ജോ ലൈനിൻ്റെ ലെങ്താണ്. അതായത് ഇതാണല്ലോ നമ്മുടെ ജോ ബോൺ, ഈ താടിയെല്ല്. അപ്പോൾ ഇവിടുത്തെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു എല്ല് കണ്ടോ, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ലെങ്താണ് നമുക്ക് വേണ്ടുന്നത്. പക്ഷേ ഇതിങ്ങനെ ഫുൾ എടുക്കാൻ നിൽക്കേണ്ട. ഇവിടെ മുതൽ നമ്മുടെ ഈ ഒരു താടിയുടെ മിഡിൽ പോർഷൻ വരെയുള്ള ലെങ്ത് എടുക്കുക. അതിൻ്റെ ഡബിൾ ആയിരിക്കുമല്ലോ ഫുള്ള്. അപ്പോൾ ഇവിടെ മുതൽ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ജോബോണിൻ്റെ ഈ ഒരു എൻഡ് തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്ത് എടുക്കുക. അപ്പോൾ അത് ടേപ്പ് വെച്ചിട്ട് എടുക്കുക. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് കണ്ടില്ലേ? ഇതിൻ്റെ ഡബിൾ ആക്കുക. അപ്പോൾ നമുക്ക് ഫുൾ ജോ ലൈനിൻ്റെ ലെങ്ത് കിട്ടും. അപ്പോൾ നമ്മൾ ചീക്ക് ബോൺ അടയാളപ്പെടുത്തിയതിൻ്റെ തൊട്ട് താഴെയായിട്ട് ജോ ബോണിൻ്റെ
ലെങ്ത്, ജോ ലൈനിൻ്റെ ലെങ്ത് എഴുതുക. ഏകദേശം ഐഡിയ വെച്ചിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ കൂടെ വരയ്ക്കാം. അപ്പോൾ 3 അളവുകൾ നമുക്ക് കിട്ടി. ഫോർഹെഡിൻ്റെ ലെങ്ത്, ചീക്ക് ബോണിൻ്റെ ലെങ്ത്, ജോ ലൈനിൻ്റെ ലെങ്ത്. 3 കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടുന്നത് നമ്മുടെ ഫേസിൻ്റെ ലെങ്താണ്. അതെങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ നെറ്റിയുടെ ഒരു മിഡിൽ പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു മിഡിൽ പോർഷൻ തൊട്ട് നമ്മുടെ താടിയുടെ ഈ എൻഡ് വരെയുള്ള ഒരു ഡിസ്റ്റൻസ്, ഈ ഒരകലം. ഓക്കെ, ഇതാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഒരു വേർട്ടിക്കൽ ലൈനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് എടുക്കുക. കണ്ടില്ലേ? അപ്പം വേർട്ടിക്കൽ ലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഹൊറിസോണ്ടൽ അല്ലേ വരച്ചത്, അതിൻ്റെ നേരെ നടുക്കൂടായിട്ട് ഒരു വേർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ഇവിടെ മുതൽ ഇവിടം വരെ ഏത് അളവാണോ കിട്ടിയത് അതുകൂടെ എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 4 അളവുകളും കിട്ടിയിട്ടുണ്ട്. 1 2 3 ഹൊറിസോണ്ടൽ ലൈനും ഒരു വേർട്ടിക്കൽ ലൈനും അളവുകളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത അളവുകളിൽ നമുക്ക് കുറേ പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. 8 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഈ പോയിൻറ്റ്സ്, ഒന്ന് ഇവിടുത്തെ 2 പോയിൻറ്റ്സ്, ഇവിടുത്തെ 2 പോയിൻറ്റ്സ്, ഇവിടുത്തെ 2 പോയിൻറ്റ്സ്, ഇവിടുത്തെ ഒരു പോയിൻറ്റ്. അങ്ങനെ നമുക്ക് 8 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഈ 8 പോയിൻറ്റ്സും കൂടെ ചേർത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഷേപ്പ് കിട്ടും. അതാണ് നമ്മുടെ ഫേസ് ഷേപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അളവുകളെല്ലാം കൂടെ ജോയിൻ ചെയ്ത് വരച്ചപ്പോൾ നിങ്ങൾക്കൊരു ഫേസ് ഷേപ്പ് കിട്ടിയില്ലേ? ഈ മെയിനായിട്ടുള്ള ഫേസ് ഷേപ്പുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. മെയിനായിട്ട് 7 ഫേസ് ഷേപ്പുകളാണ് വരുന്നത്. വേറെയും ഫേസ് ഷേപ്പുകളുണ്ട്, എന്നാൽ പോലും മെയിനായിട്ട് ഈ 7 എണ്ണമാണ് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓവൽ ഫേസ് ഷേപ്പ്, പിന്നെ വരുന്നത് റെക്റ്റാങ്കിൾ ഒരു ഒബ്ലോങ് ഫേസ് ഷേപ്പ്, സ്ക്വയർ ഫേസ് ഷേപ്പ്, പിന്നെ ഡയമണ്ട് ഫേസ് ഷേപ്പ്, ട്രയാങ്കിൾ ഫേസ് ഷേപ്പ്, ഹാർട്ട് ഫേസ് ഷേപ്പ് ആൻഡ് റൗണ്ട് ഫേസ് ഷേപ്പ്. ഇങ്ങനെ 7 ഫേസ് ഷേപ്പുകളാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ പറഞ്ഞ ഈ 7 ഫേസ് ഷേപ്പുകൾ മാത്രമല്ല, വേറെയും ഫേസ് ഷേപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഫേസ് ഷേപ്പുകൾ തന്നെ 2ഉം 3ഉം ഫേസ് ഷേപ്പുകൾ മിക്സ് ചെയ്തും ഒരാൾക്ക് വരാം. ഓക്കെ, അപ്പോൾ ഒരാളുടെ ഫേസിൽ തന്നെ 2-3 ഫേസ് ഷേപ്പുകൾ മിക്സ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ റൗണ്ട് ഫേസ് ഷേപ്പും അതുപോലെ തന്നെ ഹാർട്ട് ഫേസ് ഷേപ്പും 2 കൂടെ മിക്സ് ചെയ്തിട്ട് വരാം. അതുപോലെ ഒരാൾക്ക് റൗണ്ടും ട്രയാങ്കിളും മിക്സ് ചെയ്തിട്ട് വരാം. അങ്ങനെ 2-3 ഫേസ് ഷേപ്പുകൾ മിക്സ് ചെയ്തിട്ടും ഒരാൾക്ക് വരാം. ഇനി നമുക്ക് ഓരോ ഫേസ് ഷേപ്പിനെ കുറിച്ച് പറയാം. അപ്പം നിങ്ങൾ വരച്ച് വെച്ച ആ ഒരു ഷേപ്പ് ഏതാന്നുള്ളത് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഓരോ ഫേസ് ഷേപ്പായിട്ട് നോക്കാം. ഫസ്റ്റ് ഓവൽ ഫേസ് ഷേപ്പ്. ഇപ്പോൾ ഓവൽ ഫേസ് ഷേപ്പ് ഉള്ള ഒരാളാണെങ്കിൽ അവരുടെ ഫോർഹെഡിൻ്റെ ലെങ്തും അതുപോലെ തന്നെ ജോ ലൈനിൻ്റെ ലെങ്തും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത അളവുകളില്ലേ, അപ്പോൾ ഈ ഫോർഹെഡിൻ്റെ ലെങ്തിൻ്റെയും ഈ ജോ ലൈനിൻ്റെ ലെങ്തിൻ്റെയും അളവുകൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവത്തില്ല, ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഇനി ചീക്ക് ബോണിൻ്റെ ലെങ്തുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഫോക്കസ് തോന്നും. ഓക്കെ, അപ്പോൾ ചീക്ക് ബോണിൻ്റെ ലെങ്തോട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിനെ 2നേക്കായും ഒരു പൊടിക്കൂടെ കൂടുതലായിരിക്കും അവരുടെ ഈ ചീക്ക് ബോൺസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ഫേസ് ലെങ്ത് അതും കൂടുതലായിരിക്കും. അപ്പോൾ വേർട്ടിക്കലായിട്ട് നമ്മൾ എടുത്ത ആ ഒരു ലെങ്ത് കൂടുതലായിരിക്കും ഓവൽ ഫേസ് ഷേപ്പ് ഉള്ള ആൾക്കാർക്ക്. അതുപോലെ തന്നെ അവരുടെ ഈ ഒരു താടി എന്ന് പറയുന്നത് പോയിൻറ്റഡ് ആയിരിക്കത്തില്ല, കുറച്ചിങ്ങനെ കേർവ്ഡ് ആയിട്ടായിരിക്കും അവരുടെ ഈ ഒരു താടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു ഫേസ് ആണെങ്കിൽ അതൊരു ഓവൽ ഫേസ് ഷേപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ ഓവൽ ഫേസ് ഷേപ്പ് ഉള്ളവർക്ക് ഇങ്ങനെ കുറച്ച് ഷാർപ്പായിട്ടുള്ള എഡ്ജസോ അങ്ങനെ ഒന്നുമില്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും അവർക്ക് വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കോഴിമുട്ട പോലെ ആ ഒരു ഷേപ്പിൽ ജസ്റ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫേസ് ഷേപ്പാണ് ഓവൽ ഫേസ് ഷേപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റെക്റ്റാങ്കിൾ ഓർ ഒബ്ലോങ് ഫേസ് ഷേപ്പ്. അപ്പോൾ ഈ ഒരു ഫേസ് ഷേപ്പ് ഉള്ള ആൾക്ക് ഫേസിൻ്റെ ലെങ്ത് ആയിരിക്കും ഏറ്റവും കൂടുതൽ. ഏകദേശം ഓവൽ ഫേസ് ഷേപ്പ് പോലെ തന്നെയാണ്, പക്ഷേ ഓവൽ ഫേസ് ഷേപ്പിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും അവരുടെ ഫേസിൻ്റെ നീളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ചിന്നെന്ന് പറയുന്നത് കേർവ്ഡ് ആയിരിക്കില്ല, കുറച്ചുകൂടെ പോയിൻറ്റഡ് ആയിരിക്കും. ഓക്കെ, അതുപോലെ അവരുടെ ചീക്ക് ബോൺ ഈ 2 ലെങ്തിനേക്കാളും, അതായത് ഫോർഹെഡിൻ്റെ ലെങ്തിനേക്കാളും അവരുടെ ജോ ലൈൻ ലെങ്തിനേക്കാളും കുറച്ചുകൂടെ വൈഡായിരിക്കും അവരുടെ ചീക്ക് ബോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഫേസിൻ്റെ ലെങ്താണ്, ഫേസിന് നല്ല നീളം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫേസ് ആണെങ്കിൽ അതൊരു റെക്റ്റാങ്കിൾ ഓർ ഒബ്ലോങ് ഫേസ് ഷേപ്പ് ഉള്ള ആളാണ്. നെക്സ്റ്റ് സ്ക്വയർ ഫേസ് ഷേപ്പ്. ഇപ്പോൾ സ്ക്വയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ വശങ്ങളും ഈക്വലാണ്. അതായത് അവരുടെ ഫോർഹെഡിൻ്റെ ലെങ്തും
ചീക്ക് ബോണിൻ്റെ ലെങ്തും ജോ ലൈനിൻ്റെ ലെങ്തും ഫേസിൻ്റെ ലെങ്തും എല്ലാം ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് നല്ല ഷാർപ്പായിട്ടുള്ള ചീക്ക് ബോൺസും അതുപോലെ തന്നെ ജോ ലൈനും ഒക്കെ ആയിരിക്കും. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ലൊരു ആ ഒരു സ്ക്വയർ പോലെ ആയിരിക്കും അവരുടെ ഫേസ് ഉണ്ടാവുക. അപ്പം ഇത്തരം ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫേസ് ആണെങ്കിൽ അതൊരു സ്ക്വയർ ഫേസ് ഷേപ്പുള്ള ആളായിരിക്കും. നെക്സ്റ്റ് ട്രയാങ്കിൾ ഫേസ് ഷേപ്പ്. അപ്പോൾ ഈ ഒരു ഫേസ് ഷേപ്പ് ഉള്ളവർക്ക് അവരുടെ ജോ ലൈൻ എന്ന് പറയുന്നത് നല്ല വൈഡായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും നീളം, അതായത് അവരുടെ ചീക്ക് ബോണിനേക്കാളും ഫോർഹെഡിനേക്കാളും നീളം കൂടുതലെന്ന് പറയുന്നത് അവരുടെ ഈ ഒരു ജോ ലൈനിനായിരിക്കും. അപ്പോൾ ഈ ജോ ലൈനായിരിക്കും ഇങ്ങനെ വൈഡായിട്ട് കുറച്ച് ഇങ്ങനെ എടുത്ത് നിൽക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഷേപ്പാണ് വരുന്നതെങ്കിൽ അതൊരു ട്രയാങ്കിൾ ഫേസ് ഷേപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ ലെങ്ത് എന്ന് പറയുന്നത് ഈ ജോ ലൈനിൻ്റെ ലെങ്ത്, അത് കഴിഞ്ഞാൽ പിന്നെ ചീക്ക് ബോൺ, ദെൻ ഫോർഹെഡ്. ഓക്കെ, ഫേസിൻ്റെ ലെങ്ത് എന്തുമാകാം. അപ്പോൾ മെയിനായിട്ട് ഇതാണ് നോക്കുന്നത്, ഈ ഒരു ജോ ലൈൻ കുറച്ച് ഇങ്ങനെ വൈഡായിട്ട് നിൽക്കും ഈ രണ്ട് ലെങ്തിനേക്കാളും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാണെങ്കിൽ അതൊരു ട്രയാങ്കിൾ ഫേസ് ഷേപ്പ് ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയമണ്ട് ഫേസ് ഷേപ്പാണ്. ഇപ്പോൾ ഡയമണ്ടിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ, അതുപോലെ തന്നെയാണ് അവരുടെ ഫേസ് ഷേപ്പ് വരുന്നത്. അപ്പോൾ അവരുടെ ഫോർഹെഡിൻ്റെ ലെങ്തും അതുപോലെ തന്നെ അവരുടെ ജോ ലൈനിൻ്റെ ലെങ്തും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഈ രണ്ട് ലെങ്തിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും അവരുടെ ചീക്ക് ബോണിൻ്റെ ലെങ്ത്. അപ്പോൾ അവരുടെ ചീക്ക് ബോൺ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഷാർപ്പായിരിക്കും, കുറച്ചുകൂടെ വൈഡായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ ഈ ഒരു താടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ജോ ലൈൻ എന്ന് പറയുന്നത് നല്ല ഷാർപ്പ്, നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള താടിയായിരിക്കും. ഓക്കെ, അതുപോലെ അവരുടെ ഫോർഹെഡ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചരിഞ്ഞായിരിക്കും, ഇങ്ങനെ സ്ലാൻഡ് ചെയ്ത് ഇങ്ങനെ ചരിഞ്ഞായിരിക്കും അവരുടെ ഫോർഹെഡ് വരുന്നത്. അപ്പം ഡയമണ്ടിൻ്റെ ഷേപ്പ് പോലെ തന്നെയാണ്. അതുപോലെ തന്നെ അവരുടെ ഫേസിൻ്റെ ലെങ്തും കൂടുതലായിരിക്കും, ഈ ഒരു വെർട്ടിക്കൽ ലെങ്ത് ഉണ്ടല്ലോ അതും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഡയമണ്ട് ഫേസ് ഷേപ്പുള്ള ആളാണ്. നെക്സ്റ്റ് ഹാർട്ട് ഫേസ് ഷേപ്പാണ്. ഹാർട്ട് ഫേസ് ഷേപ്പ് ഉള്ളവർക്ക് അവരുടെ നെറ്റി ആയിരിക്കും കൂടുതൽ വൈഡായിട്ട് നിൽക്കുന്നത്, അതായത് ഫോർഹെഡിൻ്റെ ലെങ്ത് ആയിരിക്കും കൂടുതൽ. ഫോർഹെഡിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ അവരുടെ ചീക്ക് ബോണിൻ്റെ ലെങ്ത്തും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകത്തില്ല, ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. അപ്പോൾ നോക്കുമ്പോൾ നെറ്റിയാണ് ഇങ്ങനെ കുറച്ച് വൈഡായിട്ട് നിൽക്കുന്നത്. പിന്നെ അവരുടെ ജോ ലൈൻ എന്ന് പറയുന്നത് നല്ല ഷാർപ്പായിരിക്കും, നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള താടിയൊക്കെ ആയിരിക്കും. അപ്പോൾ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് ഷേപ്പാണ് ഹാർട്ട് ഫേസ് ഷേപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റൗണ്ട് ഫേസ് ഷേപ്പ്. അപ്പം റൗണ്ട് ഫേസ് ഷേപ്പ് ഉള്ളവർക്ക് ഇപ്പം നമ്മൾ എടുത്ത അളവുകളില്ലേ അതെല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അതായത് അവരുടെ ഫോർഹെഡിൻ്റെ ലെങ്തും അവരുടെ ചീക്ക് ബോണിൻ്റെ ലെങ്തും ജോ ലൈനിൻ്റെ ലെങ്തും ഫേസിൻ്റെ ലെങ്തും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് പോലെ തന്നെയാണ് അവർക്ക്. ഇങ്ങനെ എന്താ പറയുക, എടുത്ത് നിൽക്കുന്ന ഷാർപ്പായിട്ടുള്ള എഡ്ജസോ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല, ജസ്റ്റ് ഒരു റൗണ്ട് ആകൃതിയിൽ. അതുപോലെ തന്നെ അവരുടെ താടി എന്ന് പറയുന്നത് ഒരു ഇങ്ങനെ കേർവ്ഡ് ആയിരിക്കും, അതായത് ഇവിടെ മുതൽ ഇവിടം വരെയും ഈ ജോ ലൈൻ ഫുള്ള് ഇങ്ങനെ കേർവ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ നമ്മൾ അർദ്ധചന്ദ്രാകൃതി എന്നൊക്കെ പറയത്തില്ലേ, ഹാഫ് മൂൺ, അപ്പോൾ ആ ഒരു ഷേപ്പിലായിരിക്കും അവരുടെ താടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഫുൾ നല്ലൊരു റൗണ്ട് ഷേപ്പിലായിരിക്കും അങ്ങനെയുള്ളവരുടെ ഫേസ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഒരു ഷേപ്പ് ആണെങ്കിൽ അതൊരു റൗണ്ട് ഫേസ് ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫേസ് ഷേപ്പ് കണ്ടുപിടിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പം തടി വയ്ക്കുന്ന അനുസരിച്ച് നമ്മുടെ ഫേസ് ഷേപ്പിൽ മാറ്റം വരും. തടി വയ്ക്കുമ്പോഴും കുറയുമ്പോഴും ഫേസ് ഷേപ്പിന് മാറ്റം വരും. അപ്പോൾ നമ്മുടെ ഫേസ് നല്ല ഫാറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് നമ്മുടെ ഫേസ് ഷേപ്പ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഫേസ് ഷേപ്പ് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബോൺസ് ഒക്കെ നന്നായിട്ട് എടുത്തറിയണം, എങ്കിൽ മാത്രമേ കറക്റ്റ് ഷേപ്പ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ കുറച്ച് ഫാറ്റി ആയിട്ടിരിക്കുന്ന ഫേസിൽ നമുക്ക് അധികം ഫേസ് ഷേപ്പ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഫാറ്റായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം ഒരു റൗണ്ട് ഫേസ് ഷേപ്പായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ണം വയ്ക്കുമ്പോഴും കുറയുമ്പോഴും അതനുസരിച്ചിട്ട് ഫേസ് ഷേപ്പിൽ മാറ്റം വരും. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മേക്കപ്പ് ചെയ്തിട്ടായാലും അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടായാലും ഹെയർ കട്ട്സ് ചെയ്തിട്ടായാലും ഫേസിൻ്റെ ആ ഒരു ഷേപ്പിലൊക്കെ വ്യത്യാസം കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ടുള്ള ഹെയർ സ്റ്റൈൽസോ അല്ലെങ്കിൽ ഹെയർ കട്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അതുപോലെ തന്നെ ഫേസ് ഷേപ്പ് അനുസരിച്ച് നമുക്ക് ഓരോ ആക്സസറീസ് യൂസ് ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെ ഉള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളതും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതും ഒക്കെ എനിക്കറിയാൻ പറ്റും. അപ്പോൾ
കമൻറ്റ് ഇടാൻ മറക്കരുത്. ഓക്കെ, കാരണം നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ്, അത് വായിക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് കാരണം കമൻസ് ഇടാൻ മറക്കല്ലേ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.